കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയുള്ളൊരു നല്ല പാർലമെന്റേറിയനാണ് ബ്രിട്ടാസ്. ഞങ്ങൾ ആ ഒരു അടുത്ത സഹപ്രവർത്തകനാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നിങ്ങൾ തേടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു MP മുൻകൈ എടുത്ത് ഒരു ബില്ല് പാസ്സാക്കുന്ന അല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നതിന് ഒരു MP മുൻകൈ എടുത്തു എന്ന് പറയുന്നത് ഏറെ ചർച്ചാ വിഷയമാണ്. ഞാൻ പറയുന്നത് അതൊരു അതങ്ങനെ ആയിരിക്കുമോ? അതെങ്ങനെയാണ്? അത് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ SSA ഫണ്ട് കേരളത്തിന് കിട്ടാൻ ബാക്കിയാണ്. അത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. നിങ്ങൾ ആ കാര്യം ഹൈലൈറ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പാർലമെന്റിനകത്ത് ഇന്നലത്തെ ഉത്തരം മാത്രമല്ല, ഈ ദിവസങ്ങളിലെല്ലാം ഉള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈയിലോ മറ്റോ ഉള്ള ഉത്തരവുണ്ട്. എല്ലാത്തിൻ്റെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിനകത്തെല്ലാം കേരളത്തിന് കിട്ടാനുള്ളത് പെൻഡിങ് ആണ്. അത് കിട്ടുന്നില്ല. അത് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് പ്രശ്നം. അതിനൊരു ഉത്തരം പറയുന്നില്ല. അതിനുത്തരം പറയുന്നതിന് പകരം മറ്റെന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് കയറില്ല. ന്യായമായും കിട്ടാനുള്ളത് ഇവരുടെ ഈ കേന്ദ്രത്തിൻ്റെ ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തരും, നിങ്ങൾ വാങ്ങിക്കാമുള്ളതാണ്. അതായത് ഏതാണ്ട് ഞാൻ അതിനോട് പറ്റിയ മലയാളം ഒരു വർത്തമാനം പറയുന്നില്ല. അപ്പോൾ കുറച്ചൊരു അൺപാർലമെന്ററി ആയിപ്പോയി. ഇവരെവിടുന്നെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുതരുന്ന പോലെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയല്ലോ സംസ്ഥാനത്തിന്റെ ന്യായമായ അവകാശങ്ങളല്ലേ. അംഗീകരിച്ചൊരു കാര്യമുണ്ട്. അതായത് കേന്ദ്ര നിബന്ധനകൾ പാലിക്കുന്നവരായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഒരു പാലമായി ബ്രിട്ടാസ് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അതിന് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തിന് വേണ്ടി ഒരു ഇടനിലക്കാരൻ, അതായത് പദ്ധതി ഒപ്പിടുന്നതിന് വേണ്ടിയില്ല. പക്ഷേ അല്ല, ഞാനെന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുഖവിലേക്ക് എടുക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാനിതിനകത്ത് കുറെ കൂടി ലാർജർ പെർസ്പെക്റ്റീവിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഈ പറയാവുന്ന സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെക്കുന്നതിനുള്ള ഒരു ന്യായവും, നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന ഒരു ന്യായവും മന്ത്രിക്ക് പറയാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങളത് തടഞ്ഞു വെക്കുന്നത്? ഒരു കൊല്ലം ഒന്നും കൊടുത്തില്ല, വേറൊരു കൊല്ലം സെൻട്രൽ വിഹിതത്തിൻ്റെ 4/1 താഴെ മാത്രമാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അതിനാണല്ലോ ഉത്തരം പറയേണ്ടത്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഒപ്പുവെക്കാത്തതുകൊണ്ടാണ്, അല്ലെ നിബന്ധന പാലിക്കാത്തതുകൊണ്ടാണെന്ന് പറയാനുള്ള ധൈര്യം മന്ത്രിക്കുണ്ടോ? മന്ത്രി ഒരു ഒളിച്ചോട്ടം നടത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഈ PMC അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ മന്ത്രി അടക്കം വന്ന് തന്നെ കണ്ടു, അതിനുശേഷം പോയി. പിന്നീട് മുന്നണിക്കകത്തുണ്ടായ തർക്കമാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോൾ പോലും ഇടതുപക്ഷ അംഗങ്ങൾ സഭയിൽ അതിനെ പ്രതിരോധിക്കുകയോ അതിനെ പ്രതിഷേധിക്കുകയോ ചെയ്തില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്നലെ മന്ത്രി പറഞ്ഞതിനൊക്കെ മൗനത്തോടെ കേട്ടിരിക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത്. മന്ത്രി ഒന്നാമത്തെ കാര്യം, പാർലമെന്റിന്റെ രീതികൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്നലെ ഇപ്പം ഞാൻ വളരെ ഗുരുതരമായ ഒരു അനോമലി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറൽ എറർ ചൂണ്ടിക്കാണിച്ചു. ഞാൻ വലിയ നിയമജ്ഞനൊന്നുമല്ല, പക്ഷെ ഞാൻ ഒരു പഠിച്ചതിൻ്റെയും കിട്ടിയ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചു. അത് കേട്ട ഭാവം നടിച്ചില്ലല്ലോ ഈ ചെയറും ബാക്കിയുള്ളവരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആത്യന്തികമായിട്ട് ആവശ്യമുള്ളത്? ഈ വിഷയത്തിനകത്ത് ഒരു പ്രതികരണം സഭക്കകത്ത് വന്നപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ടവർ നടത്തുന്ന പ്രതികരണമാണ്. നിങ്ങളത് അതിൻ്റെ സാങ്കേതിക ആ സ്ഥലത്തവിടെ പറഞ്ഞോ പുറത്ത് പറഞ്ഞപ്പോൾ അതിനപ്പുറത്തേക്ക് അതിനുള്ളൊരു പ്രതികരണം നിങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി, നിങ്ങളെ സതുദ്ദേശത്തിന് ഉതകുന്ന തരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതികരണം കിട്ടിയല്ലോ. ഇപ്പോൾ ഈ നിങ്ങൾ സഹപ്രവർത്തകരാണ്, ഈ രീതിയിലുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് PMCയിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ബ്രിട്ടാസ് നടത്തുന്നതായിട്ടുള്ള സൂചനകൾ വല്ലതും ഉണ്ടായിരുന്നു? നോക്കൂ, ഇപ്പോൾ ഞങ്ങൾ MP-മാർ എന്നുള്ള നിലയിൽ ഞാൻ തന്നെയും പല മന്ത്രിമാരെയും പല ആവശ്യങ്ങൾക്ക് കാണുന്നു. ഞങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞും ഓരോരുത്തർ ഞങ്ങൾ ഇന്ന മന്ത്രിയെ കാണാൻ പോകുന്നത്, ഇന്ന കാര്യം കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണോ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാം തന്നെ ഒരുപാട് അംഗസംഖ്യയുള്ളവരല്ല ഇടതുപക്ഷം. ഞങ്ങൾ പല കാര്യങ്ങളിലും പലരെയും കാണാൻ പോകും, നിവേദനം കൊടുക്കാൻ പോകും, പലതും ചെയ്യും. അതല്ലേ അവിടുത്തെ ഇരട്ടത്താപ്പാണ് പ്രശ്നം. പുറത്തു വന്ന് അതിരൂക്ഷമായിട്ട് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു ഉപദേശിക്കാൻ ഞാൻ ആളല്ല മാധ്യമ സുഹൃത്തുക്കളെ. ഈ കൂട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഇരട്ടത്താപ്പുകാരൻ്റെ പേരാണ് KC വേണുഗോപാലമുള്ളത്. ഞാനത് നിങ്ങൾ ഒട്ടും ഒരു വരി പോലും കട്ട് ചെയ്യാതെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അദ്ദേഹം സീനിയർ പാർലമെന്റേറിയനാണ്, ധാരാളമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉള്ള ഒരാളാണ്. കോൺഗ്രസ് പാർട്ടിയെ ഫലപ്രദമായി ഏതർത്ഥത്തിലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ്, ഏതർത്ഥത്തിലും അതിനെ നിയന്ത്രിക്കുന്ന ആളാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞാനതധികം വിശദീകരിക്കാൻ ആളില്ല, ഓരോ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. സംഘടനാ സെക്രട്ടറിയായും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കുന്ന ഒരാളായി നിന്നുകൊണ്ട്
PMC പദ്ധതി എന്ന് പറയുന്ന ഒന്ന് വരാൻ കാത്തു നിൽക്കുന്ന പോലെ അതിനെ ചാടിക്കയറി രാജസ്ഥാനിൽ ഒപ്പിട്ടു. ഒരു പേപ്പർ വെച്ചിട്ടേ ഒരു ചെറിയ കുറിപ്പ് വെച്ചിട്ട് അല്ല ഇതെന്താണ് നിങ്ങൾ ഒപ്പിട്ടത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടോ? ഹിമാചൽ പ്രദേശ് ഒപ്പിട്ടു, ഛത്തീസ്ഗഡിനകത്ത് ഒപ്പിട്ടു. ഞാൻ അതിൻ്റെ എല്ലാം ഡേറ്റ് വേണമെങ്കിൽ എടുത്തു തരാം. ഈ സംസ്ഥാനങ്ങളെല്ലാം ഒപ്പിടുമ്പോൾ ഇതിന് കാർമ്മികത്വം വഹിച്ച മഹാനായ, കാർമ്മികത്വം വഹിക്കാന്ന് പറയുമ്പോൾ സംഘടനാപരമായ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പോളിസി മാറ്റർ ആകുമ്പോൾ അതിനെല്ലാം കാർമ്മികത്വം വഹിച്ച ഒരു മാന്യദേഹമാണ്. എന്നിട്ട് അതിനെപ്പോലെ ഇരട്ടത്താപ്പ് ഈ കേരളത്തിൽ ആർക്കും കൊണ്ടു. എന്നിട്ട് കേരളത്തിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ബ്രിട്ടാസ് ചെയ്തത് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ബ്രിട്ടാസ് ചെയ്തത് ശരിയാണെന്നാണ് പറയുന്നത്. അതായത് സംസ്ഥാനത്ത് CPM പറയുന്നത് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഈ പദ്ധതി വരരുതെന്നും വിദ്യാഭ്യാസ മേഖലയെ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ BJPയുടെ RS പ്രവർത്തനമാണെന്ന വലിയ വിമർശനം ഉയർത്തുമ്പോൾ തന്നെയും മറുവശത്തു കൂടെ ഈ പദ്ധതി അംഗീകരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ഞാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കി കഴിഞ്ഞ ഒരു കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഇനിയിപ്പോൾ ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. നിങ്ങൾ ഡൽഹിയിൽ ഇന്നലെ ഉയർന്നു വന്നു പോകുമ്പോൾ നിങ്ങൾ കണക്കാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രതികരണം നിങ്ങൾ നിർബന്ധമായും ചോദിക്കുന്നത് കൊണ്ട് ഞാനത് പറയുന്നത് മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിനകത്ത് കേരളത്തിന് ഇനിയും സമഗ്ര ശിക്ഷ അഭിയാനുള്ള ഫണ്ട് പെൻഡിങ് ആണ്. അതാ ഉത്തരം. നിങ്ങൾ അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.